നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ വേൾഡ് കപ്പിന് കൊണ്ടുപോകണമോ കൊണ്ടുപോകണ്ടേ എന്നുള്ളത് ബ്രസീലിൽ വലിയൊരു ചർച്ചയായി മാറിയിരിക്കുകയാണ്. ആഞ്ചലോട്ടി ഇതിൽ പെടും എന്നാ തോന്നുന്നത്. കാരണം അത്തരത്തിലുള്ളൊരു പ്രഷർ ബ്രസീലിൻ്റെ മുൻ താരങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. 100% ഫിറ്റ് അല്ലെങ്കിൽ കൊണ്ടുപോകില്ല എന്നുള്ള ആളുടെ നിലപാടൊക്കെ വെള്ളം ചേർക്കേണ്ടി വരും എന്ന മട്ടിലേക്കാണ് പോകുന്നത്. റൊമാരിയോ ഒക്കെ ഏതാണ്ട് എല്ലാ ദിവസവും ഇത് തന്നെ പറയുകയാണ്. അപ്പോൾ റൊമാരിയോയുടെ ഏറ്റവും പുതിയ പ്രസ്താവന നെയ്മറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ ഒരു കാര്യം പറയട്ടെ, വേൾഡ് കപ്പിൽ ബ്രസീൽ ടീമിൻ്റെ ഒരു മുന്നേറ്റ നിര എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും റാഫീഞ്ഞയും വിനിയും നെയ്മറും. ഈ 3 പേരടങ്ങുന്ന മുന്നേറ്റ നിരയാണ് ബ്രസീലിന് വേണ്ടത്. ഞാൻ വിശ്വസിക്കുന്നില്ല അടുത്ത കോളപ്പ് ആകുമ്പോഴേക്കും നെയ്മർ 100% ഫിറ്റ് ആകുമെന്ന്. പക്ഷേ കോളപ്പ് കഴിഞ്ഞാലും പിന്നെ എക്സ്ട്രാ ഡേയ്സ് ഉണ്ട്, വേൾഡ് കപ്പിന് പിന്നെയും ദിവസങ്ങളുണ്ട്. ഞാൻ അദ്ദേഹത്തിനൊരു സ്പെസിഫിക് ട്രെയിനിങ് അറേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് കൂടുതൽ ബെറ്റർ ആവാനുള്ള സമയം കൊടുക്കും. അതാണ് എൻ്റെ ഒരു രീതി. അത് അദ്ദേഹമാണ് കോച്ചെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള തരത്തിൽ അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നെയ്മർ ഒരു സംശയവുമില്ല ഫുട്ബോൾ ലോകത്തെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഐഡോൾസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ട് കാര്യമുണ്ടല്ലോ, ബ്രസീൽ ടീമിൽ ഈ വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്ന പല താരങ്ങൾക്കും നെയ്മർ ഐഡോളാണ്. അവരാഗ്രഹിക്കുന്നുണ്ട് നെയ്മർ അവരുടെ കൂടെ വേണമെന്ന്. അപ്പോൾ നെയ്മർ സെലക്കാവോയിൽ ഉണ്ടാകുമ്പോൾ താരങ്ങൾക്കൊക്കെ ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ നെയ്മറെ കുറിച്ച് പറയുമ്പോൾ സംതിങ് ഡിഫറെൻ്റ് ആണ്, ഒരു ബിഗ് റെസ്പെക്റ്റ്. ഈവൻ എതിരാളികൾക്ക് പോലും നെയ്മറുടെ ഹിസ്റ്ററിയൊക്കെ വെച്ചിട്ട് എതിരാളികൾക്ക് പോലും ഒരു ബിഗ് റെസ്പെക്റ്റ് ഉണ്ടാവും. ഞാൻ ബ്രസീൽ ടീമിൻ്റെ മാനേജറൊന്നുമല്ല, പക്ഷേ ഞാൻ ഇതിനെ ഡിഫറെൻ്റ് ആൻഡ് സ്പെഷ്യൽ മൊമെൻ്റ് ആയിട്ടാണ് കാണുന്നത്. ആഞ്ചലോട്ടി എക്സ്പീരിയൻസിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോളപ്പിൽ. പക്ഷേ ഇത് സംഭവിക്കും, വേൾഡ് കപ്പിന് അദ്ദേഹം നെയ്മർ എടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരു ബ്രസീലിയൻ നിലയിൽ എന്തൊക്കെ വന്നാലും ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി ഞാൻ ആർത്ത് വിളിക്കും. നമുക്ക് ആ ഹെക്സ 6ാമത്തെ വേൾഡ് കപ്പ് നേടണം. അത് നെയ്മർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നമ്മൾ നേടണം. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, വിത്തൗട്ട് നെയ്മർ തീർച്ചയായിട്ടും അത് ബുദ്ധിമുട്ടേറിയതായിരിക്കും എന്നുകൂടി ഇപ്പോൾ റൊമാരിയോ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.